പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ട് തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായം. സ്രാവം മൂലമുള്ള അശുദ്ധി. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ആർക്കെങ്കിലും ശുക്ലസ്രാവം ഉണ്ടായാൽ അവൻ അതിനാൽ അശുദ്ധനായിരിക്കും. ശുക്ലസ്രാവത്താലുള്ള അശുദ്ധിയെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്: അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്ലം ഒഴുക്ക് നിലച്ചു പോവുകയോ ചെയ്താലും അവന് അത് അശുദ്ധിയാണ്. അവൻ കിടക്കുന്ന കിടക്കയും ഇരിക്കുന്ന ഇടങ്ങളുമെല്ലാം അശുദ്ധമായിരിക്കും. അവന്റെ കിടക്ക തൊടുന്നവൻ വസ്ത്രം അലക്കുകയും കുളിക്കുകയും വേണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ ഇരുന്ന സ്ഥലത്ത് ആരെങ്കിലും ഇരുന്നാൽ അവനും വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവന്റെ ശരീരത്തിൽ തൊടുന്നവനും വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൻ ശുദ്ധിയുള്ള ആരുടെയെങ്കിലും മേൽ തുപ്പിയാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ ഇരുന്ന് യാത്ര ചെയ്യുന്ന ജീനിയും അശുദ്ധമായിരിക്കും. അവന്റെ കിടക്കയ്ക്ക് കീഴെയുള്ള എന്തിനെങ്കിലും സ്പർശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവൻ കൈ കഴുകാതെ ആരെങ്കിലും സ്പർശിച്ചാൽ അവനും വസ്ത്രം അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം. മരപാത്രമെങ്കിൽ അത് കഴുകണം. അവൻ സ്രാവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 ദിവസം നിശ്ചയിച്ച് തന്റെ വസ്ത്രങ്ങൾ അലക്കുകയും ഒഴുക്കുള്ള വെള്ളത്തിൽ കുളിക്കുകയും വേണം. അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായി മറ്റേതിനെ ദഹന ബലിയായി അർപ്പിക്കണം. അങ്ങനെ അവന്റെ ശുക്ലസ്രാവത്തിന് പുരോഹിതൻ അവന് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ പാപപരിഹാരം ചെയ്യണം. ഒരുവന് ബീജസ്രാവം ഉണ്ടായാൽ അവൻ വെള്ളത്തിൽ കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ബീജം വീണ വസ്ത്രങ്ങളും തുകലുമെല്ലാം വെള്ളം കൊണ്ട് കഴുകണം. അവ വൈകുന്നേരം വരെ അശുദ്ധമായിരിക്കും. ഒരാൾ സ്ത്രീയോടുകൂടി ശയിക്കുകയും ബീജശ്രവണം ഉണ്ടാകുകയും ചെയ്താൽ ഇരുവരും കുളിക്കണം. വൈകുന്നേരം വരെ അവർ അശുദ്ധരായിരിക്കും. സ്ത്രീക്ക് മാസമുറയനുസരിച്ച് രക്തസ്രാവം ഉണ്ടായാൽ 7 ദിവസത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും. അവളെ സ്പർശിക്കുന്നവരെല്ലാം വൈകുന്നേരം വരെ അശുദ്ധരായിരിക്കും. അശുദ്ധിയുടെ ദിനങ്ങളിൽ കിടക്കാനോ ഇരിക്കാനോ അവൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം അശുദ്ധമായിരിക്കും. ആരെങ്കിലും അവളുടെ കിടക്കയെ സ്പർശിച്ചാൽ അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. അവൾ ഇരുന്ന എന്തിലെങ്കിലും സ്പർശിക്കുന്നവന് തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. അവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. അവളുടെ കിടക്കയിലോ ഇരിപ്പിടങ്ങളിലോ തൊടുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും. ആരെങ്കിലും അവളോടുകൂടി ശയിച്ചാൽ അവളുടെ അശുദ്ധി അവനിലും ഉണ്ടാവുകയും അവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കുകയും
ചെയ്യും. അവൻ കിടക്കുന്ന ഏത് കിടക്കയും അശുദ്ധമാകും. സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ വളരെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാകുകയോ അശുദ്ധിയുടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രക്തസ്രാവം നീണ്ടു നിൽക്കുകയോ ചെയ്താൽ ഋതുകാലത്തെന്നപോലെ ഈ ദിവസങ്ങളിലെല്ലാം അവൾ അശുദ്ധയായിരിക്കും. രക്തസ്രാവമുള്ള ദിവസങ്ങളിൽ അവൾ കിടക്കുന്ന കിടക്കയെല്ലാം ഋതുകാലത്തിലെന്നപോലെ അശുദ്ധമായിരിക്കും. അവൾ ഇരിക്കുന്നിടമെല്ലാം ഋതുകാലത്തെന്ന പോലെ അശുദ്ധമായിരിക്കും. ഇവ സ്പർശിക്കുന്നവൻ അശുദ്ധനായിരിക്കും. അവൻ തന്റെ വസ്ത്രങ്ങൾ അലക്കി കുളിക്കണം. വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും. രക്തസ്രാവം മാറിയ 7 ദിവസത്തേക്ക് കൂടി അവൾ കാത്തിരിക്കണം. അതിനുശേഷം അവൾ ശുദ്ധിയുള്ളവളായിരിക്കും. 8-ാം ദിവസം അവൾ രണ്ട് ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. പുരോഹിതൻ അതിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിക്കണം. അവളുടെ രക്തസ്രാവം മൂലമുള്ള അശുദ്ധിക്ക് പുരോഹിതൻ അവൾക്ക് വേണ്ടി കർത്താവിന് മുമ്പിൽ പാപപരിഹാരം ചെയ്യണം. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിലുള്ള എന്റെ കൂടാരം അശുദ്ധമാക്കി തങ്ങളുടെ അശുദ്ധിയിൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് നീ അവരെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം. ശുക്ലസ്രാവമോ ബീജസ്രാവമോ മൂലം അശുദ്ധരാകുന്നവർക്കുള്ള നിയമമാണിത്. മാസമുറ മൂലം അശുദ്ധിയായവർക്കും സ്രവമുള്ള പുരുഷനും സ്ത്രീക്കും അശുദ്ധിയായ സ്ത്രീയോടുകൂടി ശയിക്കുന്നവനും ഉള്ളതാണ് ഈ നിയമം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.